ഇന്തിഫാദ എന്നുള്ള വാക്ക് നമ്മൾ പലസ്തീനിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുദ്രാവാക്യമാണ്. അപ്പോൾ കേരളം ഇസ്ലാമിക രാജ്യമായോ എന്നാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മാർച്ച് 7 മുതൽ 10 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിൻ്റെ പേര് കേട്ടാൽ മതി. സാർ, അതിൻ്റെ പേരും ഇത് തന്നെയാണ്, ഇന്തിഫാദ. ഞെട്ടിക്കുന്ന ഒരു പേരിടലാണത്, നാമകർമ്മം. ലോകത്തിലെ ഒരു തീവ്രവാദ സംഘടനയുടെ മുദ്രാവാക്യം കേരള സർവകലാശാല യുവജനോത്സവത്തിന് പേരിട്ടിരിക്കുന്നു, തിരുവനന്തപുരം. അതെ അതെ, അത് പലസ്തീനിൽ മുമ്പ് ആദ്യകാലത്ത് ഈ ആസർ അറഫാത്ത് ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവർ ഒരു വിമോചന സംഘടനയുടെ പേരായിട്ട് എടുത്തിരുന്നതാണ് ഇന്തിഫാദ. സാർ, ഇത്രയേ ഉള്ളൂ, ഇസ്രായേലികളെ കൊല്ലുക. മനുഷ്യനെ കൊല്ലാനായിട്ട് നടത്തുന്ന ഒരു പോരാട്ടത്തിന്റെ പേരാണ് ഇന്തിഫാദ. കൊടഞ്ഞു കളയുക എന്നാണ് ഇസ്രായേലികളെ കൊടഞ്ഞു കളയുക. അതെ, കൊടഞ്ഞു കളയുക. അതായത് നമ്മുടെ മേത്ത് വന്ന് ബാധിക്കുന്ന ഈ അഴുക്കിനെയൊക്കെ കൊടഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ, കൊടഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ തെറിപ്പിക്കുക അല്ല, കൊല്ലുക എന്ന് തന്നെയാണ് എൻ്റെ മീനിങ്. ഉന്മൂലനം. ഒരു യുവജനോത്സവത്തിന് സർക്കാരിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ പൊതു ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഒരു കലോത്സവത്തിന് ഒരു വർഗീയ സംഘടനയുടെ, ഭീകര സംഘടനയുടെ മുദ്രാവാക്യത്തിൻ്റെ പേര് കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ വേറെ എവിടെ ഇടാൻ കഴിയും? അതിന് ഇന്തിഫാദ എന്നുള്ളതിന് പകരം സുഹൃതം എന്നോ മറ്റോ ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പേരിട്ടവരെ മുഴുവൻ ആ പാർട്ടി പുറത്താക്കുമായിരുന്നു. മുമ്പ് ഈ മലപ്പുറം സംസ്ഥാന സമ്മേളനം ഈ പാർട്ടിയുടെ CPM റിപ്പോർട്ട് ചെയ്യാനായിട്ട് തലേന്ന് പോയി ഞാൻ. മലപ്പുറത്ത് ഈ ലോഡ്ജ് മുറികളൊക്കെ അന്ന് വളരെ കുറവാണ്, ഇന്നും അങ്ങനെ ആയിരിക്കും. അത് ഞാൻ 2 മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്തിരുന്നു. നമ്മുടെ മുറിയിലാണ് പലരും വന്ന് കൂടുന്നതുമൊക്കെ. അപ്പോൾ തലേന്ന് പോയി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇത് മലപ്പുറത്ത് വെച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ടായിരുന്നു. അപ്പം മുസ്ലിങ്ങൾക്കിടയിൽ പാർട്ടി വളരണം എന്നതിന് മുമ്പ് പാർട്ടി ഒരു പ്രമേയത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയിലും മുസ്ലിങ്ങളുടെ എണ്ണം കുറവാണ്, അവരെ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വിവരം എനിക്കുള്ളത് കൊണ്ട് എനിക്ക് PK സൈനബയെ ഒന്ന് കാണണം തോന്നി. PK സൈനബ എന്ന് സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. ഇപ്പം ഇവരെന്ത് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ വിചാരിച്ചിരുന്ന അവരൊരു വലിയ പദവിയിൽ എത്തും. കാരണം ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നൊരു സ്ത്രീ, കാരണം തട്ടമൊന്നും ഇടുന്നില്ലല്ലോ അവര്, അങ്ങനെ പുരോഗമനവാദിയായ ഒരാൾ. അപ്പോൾ അവർക്ക് എന്നെ പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നു സംസാരിക്കുമ്പോൾ അവർ എന്നോടൊരു കാര്യം പറഞ്ഞു. അവരുടെ പിതാവും ഈ PV അബ്ദുൾ വഹാബിൻ്റെ ബാപ്പയും സുഹൃത്തുക്കളായിരുന്നു. അബ്ദുൾ വഹാബിൻ്റെ ബാപ്പ ഒരു വാച്ച് റിപ്പയറർ ആയിരുന്നു ആ കാലത്ത്. പക്ഷെ പിന്നീട് ഈ അബ്ദുൾ വഹാബിനെയൊക്കെ പരിചയപ്പെടുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഈ സൈനബയോ മറ്റോ പരിചയപ്പെടുത്തിയിട്ടാണ്. അവരെന്നോട് അങ്ങനെ പറഞ്ഞു വന്ന്. പിന്നെ അവർ തമ്മിലായി. ഏതാണ്ട് ഈ ആ ഭാഗം ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇവർ ഉടനെ പുറത്താക്കണ്ടല്ലോ. പക്ഷെ പിന്നീട് പാർട്ടിക്ക് പിന്നെ ആ സമുദായത്തിൽ തന്നെ പ്രമാണിമാരുമൊക്കെ ആയിട്ട് ബന്ധം വന്നു കഴിയുമ്പോൾ ഇത്തരം ആളുകളെയൊക്കെ ഈ പാർശ്വവൽക്കരിക്കുക എന്നുള്ള ഒരു പരിപാടിയിൽ പെട്ടുപോയതാണ് സൈനബ എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ പാർട്ടി വളരെ വിപുലമായിട്ട് ഹിന്ദുക്കൾ അതിൽ നിന്ന് മാറുമോ? കാരണം ദേശീയത അത്രമാത്രം വളരുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഒരു തുരുത്തായിട്ട് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗമായ മുസ്ലിങ്ങളെ നമ്മുടെ പാർട്ടിയിൽ കൊണ്ടുവരണം. വേണമെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ അണികളെ തട്ടിയെടുക്കണം എന്നൊക്കെ പാർട്ടി അജണ്ട തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ കൂടുതൽ തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകളുമായിട്ട് ചേരുന്നത്. അതിൻ്റെ ഇടനിലക്കാരായിട്ട് KT ജലീലിനെ പോലുള്ള ആളുകളും PV അൻവർ, കാരണം അവിടെ സ്വതന്ത്രന്മാരെയൊക്കെ അവർ നേരത്തെ എടുത്ത് തുടങ്ങിയല്ലോ. പലതരത്തിലും ഒക്കെ പല മേഖലകളിലുമൊക്കെ സ്വാധീനമുള്ള ആളുകളെയൊക്കെ
വെട്ടിപ്പിടിക്കുക, അരിവാൾ സുന്നി. അതെ അതെ, അല്ല പക്ഷേ ഇങ്ങനത്തെ പേരിടൽ വഴി ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ആഗോള ഭീകര സംഘടനകളുടെ പട്ടികയിലാണ് ഹമാസ് ഉള്ളത്. അവർ അറിയാമല്ലോ, ഇപ്പോൾ നടക്കുന്ന യുദ്ധം പോലും അവർ ഇസ്രയേലിലേക്ക് അതിക്രമിച്ച് കയറി നൂറുകണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ തിരിച്ചടിയായിട്ടാണ് യുദ്ധം ഉണ്ടായത്. അവർ ആ യുദ്ധത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഹമാസ് നടത്തിയ തീവ്രവാദികളെക്കുറിച്ച്, തീവ്രവാദ പ്രവർത്തനത്തെക്കുറിച്ച്, നരഹത്യയെക്കുറിച്ച് ആരും പറയുന്നില്ല. നമ്മുടെ എം സ്വരാജിനെ പോലുള്ളവർ പറയുന്നത് ഇനി ഹമാസ് എന്ത് തെറ്റ് ചെയ്താലും അതൊരു തെറ്റല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പോഴാണ് ഇൻതിഫാദ എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് ഈ ഒരു വർഗീയ സംഘടനയെ വെള്ളപൂശാൻ, ഒരു തീവ്രവാദ സംഘടനയെ വെള്ളപൂശാൻ സർക്കാരിൻ്റെ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് കേരള സർവകലാശാല യൂണിയൻ ഈ പേക്കൂത്ത് നടത്തുന്നത്. ഈ പാർട്ടിയും ഈ ഭരണകൂടവും വർഗീയത കളിക്കുകയാണ്. ആ വർഗീയത കളിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഓരോ സഖാവും ഹിന്ദുമതവുമായി ബന്ധപ്പെടുന്ന എല്ലാത്തിനെയും ഈ കരിവാരി തേക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ് സാർ. 2 ആഴ്ചയായുള്ളൂ കോഴിക്കോട് ഒരു സ്വകാര്യ സ്കൂൾ, മാനേജ്മെൻറ്റ് സ്കൂളാണ്, അയാളുടെ മാനേജറുടെ സ്വന്തം സ്കൂളിൽ പുതിയ ബിൽഡിംഗ് പണിതപ്പോൾ രാവിലെ ഗണപതി പൂജ നടത്തി. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി സംഘം വന്ന് അതൊക്കെ അടിച്ച് തകർത്ത് നിലവിളക്കെല്ലാം എടുത്തെറിഞ്ഞു. പോലീസ് വന്നിട്ടോ അവിടെ ഗണപതി ഹോമം നടത്താൻ വന്ന പൂജാരിയെ പിടിച്ചുകൊണ്ട് പോയി കേസെടുത്തു. അയാൾക്ക് അതിനുള്ള അവകാശമില്ലേ? അയാളുടെ സ്ഥലമല്ലേ? ആ മാനേജറുടെ സ്വന്തം സ്കൂളിൽ. ഇവിടുത്തെ പള്ളി സ്കൂൾ പണിതാൽ അവർ വെഞ്ചരിക്കും. മറ്റ് ഈ ഇസ്ലാമിസ്റ്റുകളുടെ സ്കൂളുകളാണെങ്കിൽ, അവരുടെ സ്കൂളാണെങ്കിൽ അവരും അവരുടെ മതപരമായ. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു മതത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ സോമനാഥോ ലെനയോ ആയിക്കോട്ടെ, അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ പ്രൈവറ്റ് സ്പേസ് അല്ലേ? അതെ അതെ, ഞാൻ ഓർക്കുകയാണ് ഉണ്ണി മുകുന്ദൻ ഹനുമാൻ ജയന്തിക്ക് ഒരു ഹനുമാന്റെ വിഗ്രഹമായിട്ട് നിന്നതിന്റെ പേരിൽ എന്തെല്ലാം ചീത്ത കേട്ടു. അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമാണ് അവരുടെ വിശ്വാസം. പെട്ടെന്ന് ഓർക്കുകയാണ് സാർ, ഇന്നലെ മിനിഞ്ഞാന്നായിരുന്നു ആറ്റുകാൽ പൊങ്കാല. ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞ ജില്ലാ കളക്ടർ അവിടെ പൊങ്കാല ഇട്ടതിന്റെ പേരിൽ ഇടതുപക്ഷക്കാരും സുഡാപ്പികളും മുസ്ലിം നാമധാരികളായ ആളുകളും വന്ന് വല്ലാത്ത ചീത്തയാണ്. ഞാൻ അതാണ് വീണ്ടും പറയുന്നത്, എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ സ്വകാര്യതയാണ്. അതിലേക്ക് കടന്നു കയറാൻ ആർക്കും അവകാശമില്ല. അത് ട്രെസ്പാസിംഗ് ആണ്. എൻ്റെ വീട്ടിലേക്ക് എന്നോട് ചോദിക്കാതെ അതിക്രമിച്ച് കയറാൻ ആർക്കെങ്കിലും അവകാശം ഉണ്ടോ? അതുപോലെയല്ലേ ഓരോ മനുഷ്യൻ്റെയും വിശ്വാസം. ഇവര് ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ചോദ്യം ചെയ്യുന്നുണ്ടോ വിശ്വാസത്തിൻ്റെ പേരിൽ? ഏതെങ്കിലും അവരുടെ ചടങ്ങ് നടക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ പോയി ധർണയിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ഇവർ ചോദ്യം ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും അവരുടെ വിശ്വാസ യാത്രയെ ചോദ്യം ചെയ്യുന്നുണ്ടോ? പൂഞ്ഞാറിൽ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനെ ആക്രമിച്ചില്ലേ? അറിഞ്ഞിട്ടില്ല പാർട്ടി അറിഞ്ഞിട്ടില്ല. പാർട്ടിയുടെ ആരും പോയിട്ടില്ല. കേരള കോൺഗ്രസ് ആക്രമിച്ചവരുടെ പേര് വന്നിട്ടില്ല ആരാണെന്ന്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അറിഞ്ഞിട്ടില്ല. മാണി ഗ്രൂപ്പ്, കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികളൊക്കെ ഇല്ലേ, അതൊക്കെ അടിമപ്പണിയാണ് ചെയ്യുന്നത്. ഈ CPM-ന്റെ അടിമകളാണ്. അല്ല സാർ, എനിക്ക് തോന്നുന്നറിയോ, ഇൻതിഫാദ എന്നൊക്കെ പേരിട്ടോട്ടെ, SFI-കാരൻ അവരുടെ സമ്മേളനത്തിലിടട്ടെ. നമ്മുടെയൊക്കെ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കലോത്സവത്തിന് ഇൻതിഫാദ എന്ന് പറയുന്ന ഹമാസിന്റെ മുദ്രാവാക്യം പേരിടുമ്പോൾ അതെങ്ങനെയാണെന്ന് മതേതരമാകുന്നത്? അതെ, അപ്പൊ തിരുവനന്തപുരത്തെ മതരാഷ്ട്രീയമാണത്, പച്ചക്കുള്ള വർഗീയതയാണ് സാർ. അപ്പൊ തിരുവനന്തപുരത്തെ ഇതര മതസ്ഥരായ ആളുകൾ ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ആ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇവർ പൊങ്കാലയിട്ടത്. കാരണം ഹിന്ദുക്കളുടെ അതൊന്നും ഇവിടെ വേണ്ട, ഞങ്ങൾക്ക് മുസ്ലിങ്ങൾ മതി, അവരുടെ വോട്ട് മതി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ധാർമ്മിക രോഷം കൊണ്ട് സാറിൻ്റെ ശബ്ദം പോലും ഉയർന്നു. തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ ഇതര മതവിശ്വാസികൾ കാമാന്ന് മിണ്ടിയിട്ടില്ല. ഇൻതിഫാദയുടെ പോസ്റ്ററുകൾ തിരുവനന്തപുരത്ത് മുഴുവൻ ഒട്ടിച്ചിട്ടുണ്ട്. അത് BJP മിണ്ടിയിട്ടില്ല. BJP എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അവർ ഈ പോസ്റ്ററുകൾ വലിച്ചു കീറുന്നില്ല? എന്തുകൊണ്ട് ഇത് മതേതരമല്ല, ഇത് വർഗീയതയാണെന്ന് അവർ പറയുന്നില്ല? BJP-ക്കും തെരഞ്ഞെടുപ്പ് പേടിയായിരിക്കാം. ഈ ഇൻതിഫാദ എന്ന പേരിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ പേരിട്ട് ഈ കലോത്സവം നടത്തുന്നതിൻ്റെ പിന്നിൽ വർഗീയ അജണ്ട മാത്രമല്ല, തെരഞ്ഞെടുപ്പും SFIയുടെ ലക്ഷ്യമാണ്. തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ അജണ്ടയിലുള്ളത്. കാരണം എല്ലാം അതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അതായത് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ നേരത്തെ ശബരിമല
സംഭവത്തിൽ ഒരു കൺസോൾട്ടേഷൻ ഇവിടെ ഉണ്ടായല്ലോ. അവരൊട്ടും പ്രതീക്ഷിക്കാതെ അവരുടെ ബേസായ സമുദായത്തിലും ഒരു ഇളക്കം വന്നു. അതിൻ്റെ ഗുണം BJPക്ക് ഉണ്ടായി. ഒരു 3% ചാഞ്ചല്യം ആ സമുദായത്തിലുണ്ടായി. ഞാൻ പഠിച്ചതാണ് അന്നത്തെ ഈ സമുദായ സമവാക്യമൊക്കെ. ആ ഭയമുണ്ട്. അതുകൊണ്ട് ഹിന്ദു മതത്തിനെ മൊത്തത്തിൽ അങ്ങ് താറടിച്ചേക്കാം എന്ന് വിചാരിച്ചതിൻ്റെ ഭാഗമാണ് ഈ ഹിന്ദുക്കളുടെ പ്രതിരൂപമായി നിൽക്കുന്ന ബിംബങ്ങളുണ്ടല്ലോ, ബിംബങ്ങളെ ചീത്ത പറയുക, ഈ ഹോമങ്ങൾക്കെതിരെ നീങ്ങുക, ഗണപതി വിശ്വാസങ്ങൾക്കെതിരെ ഗണപതിയെ ചീത്ത പറയുക, ഷംസീർ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വിശ്വാസം പറയുന്ന എല്ലാവരെയും ചീത്ത പറയുക. അതിൽ സോമനാഥ് ഉണ്ടാകാം, സോമനാഥ് മുതൽ ലെനയുള്ളവർ വരെ ഉണ്ടാകാം. സ്വന്തം വിശ്വാസത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ഹിന്ദുമത വിശ്വാസം പാടില്ല. അതാണ് സാർ മതേതരത്വം എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രീണനമാണ്. ഇടതുപക്ഷം പറയുന്നത്, അല്ലെ SFI പറയുന്നത്, വിദ്യാഭ്യാസത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതചിഹ്നങ്ങൾ കടന്നു വരാൻ പാടില്ല. എന്നിട്ടാണ് ഇൻതിഫാദ എന്ന് പേര്. ഹിന്ദുമത ചിഹ്നങ്ങൾ കടന്നു വരാൻ പാടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അത്രേ ഉള്ളൂ അല്ലേ? അത് ശരി. അപ്പോൾ ഇൻതിഫാദ നടത്താം. ഇനിയിപ്പോ വേറൊരു ഇപ്പൊ ഇത് കഴിഞ്ഞു. ഇപ്പൊ കോഴിക്കോട് യൂത്ത് ഫെസ്റ്റിവൽ, അതായത് നമുക്ക് ഇസ്ലാമിൽ നിന്ന് രൂപങ്ങളില്ലല്ലോ. നബി അദ്ദേഹത്തെ ചിത്രീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ചിത്രം വരയ്ക്കാൻ പാടില്ല. ആകെ ചെയ്യാവുന്നത് ഇത്തരം പേരുകളിട്ട് മുസ്ലിങ്ങളെ സുഖിപ്പിക്കുക. ട്രിവാൻഡ്രത്ത് ഇൻതിഫാദ എന്നിട്ട് കോഴിക്കോട് എത്തുമ്പോൾ നമുക്ക് ജിഹാദ് എന്ന് പേരിടാൻ പറ്റുമോ? ഇവർ പറയുന്നുണ്ട് ജിഹാദ് എന്ന് പറഞ്ഞാൽ കൊല്ലൽ മാത്രമല്ല, ശുദ്ധീകരണം കൂടിയാണ്. എന്നാ പിന്നെ ജിഹാദ് എന്ന് പറയുമ്പോൾ വിപ്ലവമാണല്ലോ. അപ്പോൾ വിപ്ലവമാണല്ലോ. വിദ്യാഭ്യാസവും വിപ്ലവ പ്രവർത്തനമാണ്. കലാ വിപ്ലവത്തിനുള്ള ഒരു ഉപാധിയാണ്. വെറും വിപ്ലവമല്ല, വിശുദ്ധമായ വിപ്ലവം. കോഴിക്കോട് സർവകലാശാല യൂണിയന് SFIക്കാരെ നിങ്ങൾ ജിഹാദ് എന്ന് പേരിടും. ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും അത് കണ്ട് മിണ്ടാതിരുന്നോളും. ഇതൊരു തുടക്കം മാത്രമാണ് ഈ പാർട്ടിയുടെ. ഇനി അവിടെ എത്തും. ഈ ആദ്യമൊക്കെ ചെറിയ തോതിലൊക്കെ ഈ മനോരമയുടെയൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ പേജുകളിലേക്ക് കോഴിക്കോടൊക്കെ നടത്തുമ്പോൾ ഖൽബ് എന്നൊക്കെ, മൊഞ്ച്, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഈ മാതൃക തുടങ്ങുന്ന അങ്ങനെയാണല്ലോ. ഖൽബ്, മൊഞ്ച്, അങ്ങനെയൊക്കെ പറഞ്ഞ്, ഒപ്പന, അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് അടുത്ത പടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഇൻതിഫാദ. അടുത്ത പദ്ധതി ഇനി ജിഹാദ് ഉറപ്പായും വരും. മാത്രമല്ല ചിലപ്പോൾ ഇൻഖിലാബ് സിന്ദാബാദിനൊക്കെ പകരം ജിഹാദ് സിന്ദാബാദ്. ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ നമ്മുടെ സാംസ്കാരിക നായകന്മാരും ഉണ്ടാവും. നമ്മുടെ പാർട്ടി ഭരണഘടനയിൽ വിപ്ലവം എന്നുള്ളതിന്റെ ബ്രാക്കറ്റിൽ ചിലപ്പോൾ ജിഹാദ് എന്നൊക്കെ വന്നുകൂടായില്ല. ഒന്ന് തന്നെയാണല്ലോ. ഏതായാലും കഷ്ടമാണ് സാർ കേരളത്തിന്റെ പോക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.